വാർത്തകൾ വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് നായെ അടിച്ചുകൊന്ന യുവാക്കളെ തിരിച്ചറിഞ്ഞു. പന്തലക്കോട് സ്വദേശികളായ താരിഫും യാസീനുമാണ് കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ. യാസീനെതിരെ പോത്തൻകോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നായെ അടിച്ചുകൊന്ന താരിഫിനായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. പ്രജിത്, നേരത്തെ തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ട സാഹചര്യത്തിൽ പൊതുവെ ആളുകൾക്ക് ഒരു ദുരൂഹത ഇതിൽ രൂപപ്പെട്ടിരുന്നു. എന്താണിപ്പോൾ പോലീസിന്റെ ഭാഷ, പ്രജിത്? ഗൗതം, ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാവരും ഉന്നയിച്ചൊരു വിഷയം എന്ന് പറയുന്നത് ഇതൊരു പരിശീലനം ലഭിച്ച ആളുകൾ ചെയ്യുന്നത് പോലെയാണ്. ഒറ്റയടിക്കാൻ നായയെ കൊലപ്പെടുത്തുന്നതടക്കമുള്ള വിമർശനങ്ങൾ വന്നിരുന്നതാണ്. അല്ലെങ്കിൽ അത്തരം സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഈ വിഷയത്തിലുണ്ട്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ഈ ഇരുവരും, അതായത് ഈ പറയുന്ന രണ്ടുപേരും ഈ കാറ്ററിങ്ങിനൊക്കെ പോകുന്ന ആളുകളാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ നായ കുരച്ചത് മൂലമുള്ള ഒരു പ്രതികാരം പോലെ ചെയ്തതാണോ, അങ്ങനെ ഒരു സംശയമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യം ഈ ഘട്ടത്തിൽ, അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിലയിലല്ല അത് വരുന്നത്, ഒരു അനൗദ്യോഗികമായി പറയുന്നതാണ്. അതിൽ കൂടുതൽ സ്ഥിരീകരണം നടത്തേണ്ടിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ യാസിൻ എന്ന് പറയുന്ന യുവാവ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നായയെ താരിഫ് എന്ന് പറയുന്ന യുവാവാണ് അടിച്ചു കൊല്ലുന്നത്. അതേസമയം ബൈക്കിലിരുന്ന ആളാണ് ഈ യാസിൻ എന്ന് പറയുന്ന ആൾ. ആ യാസിൻ തന്നെയാണ് ഈ നായയെ അടിച്ചു കൊല്ലുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയതും. അപ്പോൾ ഈ താരിഫിനെയാണ് ഇനിയും പോലീസ് പിടികൂടേണ്ടതുള്ളത്. എന്തായാലും ഈ കേസ് എടുത്തിരിക്കുന്നത് യാസീനെതിരെ മാത്രമാണ് നിലവിൽ. രണ്ടാമത്തെ ഒരാളെ കൂടി നോൺ പേഴ്സൺ എന്ന നിലയിലാണ് ഈ താരിഫിനെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താരിഫ് തന്നെയാണ് നായയെ അടിച്ചുകൊന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസിനും ഈ ഘട്ടത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഇതുവരെ താരിഫിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ യാസിൻ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിലും പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തതയൊന്നും നൽകുന്നില്ല. എന്തായാലും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രിവെൻഷൻ ഓഫ് ആനിമൽ ക്രൂവൽറ്റി ആക്ടിലെ 11-ാം വകുപ്പിൽ 1A സബ്സെക്ഷനുകളുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BNS 325, 3/5 എന്നീ വകുപ്പുകളും, ഇതെല്ലാം ഈ മൃഗങ്ങളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 6 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവർക്കായി നായയെ തല്ലിക്കൊന്ന താരിഫിനായി സെർച്ചിങ് പോലീസ് തുടരുകയാണ്. നേരത്തെ കേരളത്തിൽ ഈ നായയെ വെട്ടി കൊലപ്പെടുത്തുന്നതായ ധാരാളം സംഭവങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് NDF നിരോധനത്തിന്റെ വക്കിലെത്തിയതിനു ശേഷം പിന്നീട് പോപ്പുലർ ഫ്രണ്ട്, DHRM ഇങ്ങനെയുള്ള ദേശവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളുടെ കേഡർമാർ ഈ നായയെ വെട്ടിപ്പരിശീലിക്കുന്ന ഒരു ശൈലി കേരളത്തിൽ വളരെ മുൻപ് ഉണ്ടായിരുന്നു. ഇത് അത്തരത്തിലൊരു സംഭവമാണോ? ഈ പറയപ്പെടുന്ന വ്യക്തികൾക്ക് ഇത്തരം നിരോധിത സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, പ്രജിത്ത്? NDRF, DHRM തുടങ്ങിയിട്ടുള്ള സംഘടനകളാണ് നേരത്തെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. NDF-ഉം DHRM പോലുള്ള സംഘടനകൾ, പിന്നീട് പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ചരിത്രമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പ്രതികൾക്ക് അത്തരത്തിലുള്ള ചില പശ്ചാത്തലങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങൾ ചില നാട്ടുകാരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിരോധന സംഘടനയുമായ PFI-യുമായി ബന്ധമുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ചില നാട്ടുകാർ കാട്ടിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഈ ഘട്ടത്തിൽ അത് എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി പറയാതിരിക്കാൻ വയ്യ. എന്തായാലും അത്തരം ആരോപണങ്ങളും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം പോലീസ് പോലും ഈ ഘട്ടത്തിൽ ഇവരുടെ ഒരു മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഈ സമയത്ത് പോയിട്ടില്ല. അതും പോലീസിന്റെ ചില സംശയങ്ങൾ മാത്രമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നായയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. രണ്ടുപേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട്, NDF, DHRM പോലെയൊക്കെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ നായയെ വെട്ടി പരിശീലിക്കുന്ന ഒരു ശൈലി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇതും അത്തരം സംഭവമാണോ എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്കൊന്നും ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി നടത്തുന്നു എന്നാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.